തൊട്ടുള്ളത് ഐഫോൺ ആണ്. ഐഫോൺ 7 ഉണ്ട്, SE ഉണ്ട്, 8 ഉണ്ട്. പഠിച്ചതിന് ശേഷം അവർക്ക് നല്ല നല്ല സ്മാർട്ട് ഫോൺ ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹങ്ങൾ വരുമ്പോൾ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കൂടുതൽ പൈസ വാങ്ങിച്ച് നല്ല സ്മാർട്ട് ഫോൺ കൊടുക്കും ഉണ്ട് കേട്ടോ. 3000 ഐഫോൺ 13 Pro എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ ഒരുപാട് ഡിഫക്റ്റുകൾ ഉള്ള ഒരു സാധനമാണ് ഇത്. ഇതിന് ഞാനൊരു കഥ തന്നെ പറയാനുണ്ട്. അത് ഞാൻ കണ്ടില്ല, എനിക്ക് ഈ പോക്കറ്റിൽ കാണാനേ പറ്റത്തില്ല. പക്ഷെ അനക്കം ഉണ്ട് അകത്ത്. വെറും 3000 അപ്പൊ ഇന്ന് നമുക്ക് ഒരുപാട് സന്തോഷമാണ്. നമ്മള് സത്യം പറഞ്ഞാൽ ഈ ഫോൺ ഇല്ലാതെ ഫോൺ എന്തെന്ന് പോലും അറിഞ്ഞൂടാത്ത വയസ്സായ ആൾക്കാരുണ്ട് അല്ലെ, ഇച്ചിരി പ്രായമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് നല്ലൊരു ആഗ്രഹമാണ്, നല്ലൊരു ഫോൺ വേണം. അപ്പൊ നമുക്ക് കുറഞ്ഞ ഫോണുകളുണ്ടെങ്കിൽ അപ്പം അത്യാവശ്യം ഉപയോഗിക്കാൻ നെറ്റ്വർക്ക് ഒന്നും ഇല്ലാതെ സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ളവർക്ക് കൊടുക്കണം. നമ്മളിവിടെ ചുമ്മാ കിടക്കുന്നുണ്ടല്ലോ, ഇവിടെ നമ്മൾ കണ്ടില്ലേ, നമ്മള് പാവപ്പെട്ടവർക്ക് അങ്ങ് കൊടുക്കുക. അവർ പഠിക്കട്ടെ, പഠിച്ചതിന് ശേഷം അവർക്ക് നല്ല നല്ല സ്മാർട്ട് ഫോണൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹങ്ങൾ വരുമ്പോൾ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കൂടുതൽ പൈസ വാങ്ങിച്ച് നല്ല സ്മാർട്ട് ഫോൺ കൊടുക്കും. ഇപ്പൊ തൊട്ടുള്ളത് ഐഫോൺ ആണ്. ഐഫോൺ 7 ഉണ്ട്, SE ഉണ്ട്, 8 ഉണ്ട്. പിന്നെ ഒരു 3000 രൂപ മുടക്കിയ ഗൈസ് നിങ്ങൾക്ക് ഐഫോൺ 13 Pro വെറും 3000 രൂപയ്ക്ക് 13 Pro നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പൊ ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ കണ്ടീഷൻ, അവസ്ഥ എന്നെല്ലാം ഒരുപാട് ഡിഫക്റ്റ് ഉണ്ട് കേട്ടോ. 3000 ഐഫോൺ 13 Pro എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ ഒരുപാട് ഡിഫക്റ്റുകൾ ഉള്ള ഒരു സാധനമാണ് ഇത്. ഇതിന് ഞാനൊരു കഥ തന്നെ പറയാനുണ്ട്. അതുകൊണ്ട് ഇതിന്റെ വില നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം ഗൈസ്. ഇത് 2 ഐഫോൺ 7 ഉണ്ട്, 2 ഐഫോൺ 7 ഉണ്ട്. ഇതൊന്ന് 6000 രൂപയാണ് 2 ഐഫോൺ 7ന്റെ വില വരുന്നത്. പിന്നെ ഒരു SE ഉണ്ട്, SE വന്നിട്ട് 11 രൂപ വരുന്നത്. SE 128 ആണ് സ്റ്റോറേജ് വരുന്നത്. ബാറ്ററി എടുത്തൊക്കെ വിളിച്ചാൽ മതി, ഞാൻ പറയാമേ. പിന്നെ ഒരു 8 ഉണ്ട്, 8 ഒന്ന് 6500 പൈസ വരുന്നുണ്ട്. ഡിസ്പ്ലേ ഗ്ലാസ്സിൽ ചെറിയൊരു പൊട്ടലുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് പൊട്ടലുണ്ട്. കാണുന്നുണ്ടോ നിങ്ങള്? വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ബാറ്ററി എടുത്ത് 84 ഒക്കെ ബാറ്ററി എടുത്തുകൊണ്ട് 6500 നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. അങ്ങനെ ഒരു 4 ഐഫോൺ കുറഞ്ഞ വിലയ്ക്ക് തരാനായിട്ട് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എനിക്ക് തരാനുള്ളതെന്ന് വെച്ചാല് ഐഫോൺ 13 Pro Max ആണ് ഗൈസ്. ഒറിജിനൽ സാധനമാണ്, 3000 രൂപയെ ഇതിനുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം, സിം ഇടാം, കോൾ വരും, എല്ലാം അറ്റൻഡ് ഒക്കെ ചെയ്യാം. പക്ഷേ ഡിസ്പ്ലേ കാണാൻ പറ്റൂല. ഡിസ്പ്ലേ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് തന്നെ ഇരിക്കും. ഇതിന്റെ ലൈറ്റ് എന്തോ പോയിരിക്കുകയാണ് ഡിസ്പ്ലേയുടെ. അപ്പൊ നമ്മുടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മൾ ഡിസ്പ്ലേ മാറിയാൽ മതിയല്ലോ എന്നുള്ള കണ്ടീഷനിലാണ് എടുത്തത്. ഡിസ്പ്ലേ മാറ്റാം എന്നുള്ള കണ്ടീഷനിൽ എടുത്തപ്പോഴത്തേക്കും ഡിസ്പ്ലേ മാറിയിട്ട് ലൈറ്റ് വരുന്നില്ല. അപ്പൊ അങ്ങനെ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി. അപ്പൊ പഠിച്ചതെന്ന് വെച്ചാല് ബോർഡിൽ സ്പെയർ ഇല്ല, അപ്പൊ അത് പോയത് കാരണമാണ് ലൈറ്റ് വരാത്തത്. അപ്പം ഡിസ്പ്ലേ മാറിയിട്ടും ലൈറ്റ് വർക്ക് ആവുന്നില്ല. പിന്നെ ഇത് കിടക്കുന്ന ഡിസ്പ്ലേ അത് വർക്കിംഗ് ആണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ കിടക്കുന്ന ഡിസ്പ്ലേ വന്നിട്ട് നമ്മൾ വേറെ സെറ്റിൽ ഇട്ടപ്പോഴത്തേക്കും അതിൽ ഒരുപാട് നമുക്ക് ഒരുപാട് ഡിഫക്റ്റ് ഉണ്ട്. ലൈനും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെ ഡിഫക്റ്റ് പൊളിഞ്ഞൊക്കെ ഇരിക്കുകയാണ് സാധനം. അപ്പൊ അങ്ങനെ ഒരു ഡിഫക്റ്റ് ഈ സെറ്റിലുണ്ട്. പക്ഷെ കോൾ വന്നാൽ എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. ഇങ്ങനെ വെച്ചോണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഡെപ്പയാണ് ഡെപ്പ. അങ്ങനെ ഡെപ്പ ഫോൺ എന്ന് പറയാൻ പറ്റൂല. കുറച്ച് കോൾ വിളിക്കാം, ക്യാമറ എല്ലാം എടുക്കാൻ പറ്റുമെന്ന് പറയുന്നു. ഞാൻ കണ്ടില്ല, എനിക്ക് ഈ പോക്കറ്റിൽ കാണാനേ പറ്റത്തില്ല. പക്ഷെ അനക്കം ഉണ്ട് അകത്ത്. കോൾ വെല്ലടിക്കുന്നുണ്ട്. ഞാൻ എടുത്തൊന്നും കണ്ടില്ല. കൊണ്ടുവന്ന ആൾ പറയുന്നു കോളൊക്കെ എടുക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. 3000 രൂപയ്ക്ക് ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ അവസ്ഥയിൽ എന്ത് 3000 രൂപയ്ക്ക് കൊടുക്കുന്നോ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ കണ്ടീഷനിൽ അതിൽ കൂടുതൽ വില കിട്ടുമെങ്കിൽ അതും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അങ്ങനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്. വേറെ ഒന്നും പറയാനില്ല. 3000 രൂപയ്ക്ക് ഐഫോൺ 13 Pro Max.